ഉത്തര കൊറിയയുടെ കാര്യം ഒരുപാട് കാലമായി കേൾക്കാത്തത്. പക്ഷേ പുതിയ ഒരു റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ബ്രേക്കിംഗ് ന്യൂസായിട്ടാണ് വന്നിട്ടുള്ളത്. നോർത്ത് കൊറിയ ഈസ് എ പ്ലാനിങ് എ ന്യൂക്ലിയർ സ്ട്രൈക്ക് ഓൺ ഇസ്രായേൽ എന്നാ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഇതാണ്: ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിൽ ഒരു ആണവ പരീക്ഷണം നടത്താൻ മുതിരുന്നു എന്ന വാർത്ത തലക്കെട്ടാണുള്ളത്. അതിൽ പ്രധാനമായി മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങൾ: ഒന്ന്, ഈ രാജ്യവുമായി തീരെ നിസ്സഹകരണം മാത്രമല്ല, ഈ രാജ്യത്തെ കുറ്റാരോപിതമായി രേഖപ്പെടുത്തുന്ന തുടർന്നുള്ള സമീപനം, തുടരെയുള്ള സമീപനം ഇവരെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകൾ വെച്ചിട്ട് ഇവരുടെ വലിയ സംവിധാനങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി, നശിച്ചിട്ടില്ല, അതിൻ്റെ പേരിൽ ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. അത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ചിട്ടാണ് ഇവർ പറയുന്നത് നോർത്ത് കൊറിയ ഈസ് എ പ്ലാനിങ് എ ന്യൂക്ലിയർ സ്ട്രൈക്ക് ഓൺ ഇസ്രായേൽ. അത് പെട്ടെന്നാണ് ഇവരുടെ തീരുമാനങ്ങളൊക്കെ ആകുക. ഇതിപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരുപാടായി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ അവസാന ഒരു ദിവസം ഇന്നാണ് ഈ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല രീതിക്കുള്ള ഒരു പ്രതികരണം: ഞങ്ങൾ ആദ്യ തവണ തന്നെ അണുബോംബ് സ്ഫോടനം നടത്തും, പരീക്ഷിക്കുമെന്ന് പറയുന്നത്. പക്ഷേ ആ സോഫ്റ്റ്വെയറുകളെ കൊണ്ട് ഉത്തര കൊറിയ ഇടങ്ങാറാക്കാൻ വേണ്ടി പോയപ്പം അവിടെ ആരും ഒന്നും നോക്കിയില്ല. ഇവരുടെ സ്വഭാവം ഇതാണ്. പെടുന്നതിനെ തന്നെ പറഞ്ഞു, ഒരു ന്യൂക്ലിയർ സ്ട്രൈക്ക് ഇസ്രായേലിന് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് മനുഷ്യന്മാരും ഇവരും തമ്മിലുള്ള വ്യത്യാസം. അഥവാ ഉത്തര കൊറിയക്കാരായിട്ടുള്ള ഭരണകൂടവും അതേപോലെ തന്നെ നമ്മൾ സാധാരണ രീതിക്ക് കാണുന്ന ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ, സൗദി അങ്ങനെയുള്ള ബന്ധപ്പെട്ട മേഖലകളിലും കാണുന്ന ഈ പ്രതികരണത്തിൻ്റെ സ്വഭാവം വ്യത്യാസപ്പെടുന്നുണ്ട്. ഒന്ന് മാൽവെയറുകളെ കൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചപ്പോൾ ഉടനെ തിരിച്ചു പറയുന്നത് നിങ്ങളെ ഞങ്ങൾ കരിച്ചു കളയും. എന്തുകൊണ്ട്? ന്യൂക്ലിയർ വെപ്പൺസ് കൊണ്ട് കരിച്ചു കളയും എന്നാണ് പറയുന്നത്. മറ്റൊന്നും ഒരു വർത്തമാനവും ഇല്ല. ഇത്രയും കണിശമാണ് ഉത്തര കൊറിയ എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ വിഷയം ഇവിടെ പറഞ്ഞത്. അവരത് ചെയ്യുമോ ചെയ്യാതിരിക്കുകയോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ചെയ്യും എന്നുള്ള ഒരു ഔട്ട്ലുക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായി നമുക്കറിയില്ല. എന്താണെങ്കിലും വരുന്ന മുറക്ക് നമുക്കതിനെ കൂടുതൽ അപ്ഡേറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാം. ഇവർക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ചുണ്ടാക്കിയ സോഫ്റ്റ്വെയറുകൾ കൊണ്ട് ഈ ഉത്തര കൊറിയയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ പണി കൊടുത്തു എന്നുള്ളതാണ്. അത്ര കണ്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വിജയിക്കാനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ അതൊരു ഇടങ്ങാറാക്കൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന സ്ഥിരീകരണം വന്നപ്പോൾ തന്നെ നിങ്ങൾക്കെതിരെ ഞങ്ങളൊരു ആണവായുധം തന്നെ പ്രയോഗിക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് വിരട്ടിക്കളഞ്ഞിരിക്കുന്നത്. ഇനി ഉപയോഗിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു പ്രഖ്യാപനം വന്നത് നന്നായിട്ടുണ്ട്. കാരണം ഇവരെല്ലാം തന്നെ ഇറാൻ്റെ പേടിയിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഇറാൻ നമ്മളിപ്പോൾ അടിച്ച് തകർക്കും, ഇറാൻ ഇപ്പം ഞങ്ങൾ തകർക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സൈന്യം സർവ്വസജ്ജമാണെന്ന് പറയാൻ നെതന്യാഹു ഇപ്പോൾ കരയുന്നത് ഇറാൻ നമ്മളെ എപ്പെങ്കിലും ആക്രമിക്കാൻ സാധ്യതയുണ്ട്, നമ്മളൊക്കെ വളരെ ബേജാറോടുകൂടി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുത്തെ ഇപ്പം ഇറങ്ങുന്ന പ്രസംഗവും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതിനിടയിൽ ആൾക്കൊരു രോഗവും സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. ആരൊക്കെയോ എന്തൊക്കെയോ പറയും, നമ്മളെടുത്ത് ചെയ്യുന്ന അത്ര ഗുണകരം അല്ലല്ലോ എന്ന് മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും ഇസ്രായേലിന് എന്താ പറയുക, മോങ്ങാനിരുന്ന നായിക്ക് തേങ്ങയും വീണ് എന്ന് പറഞ്ഞ പോലെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ, അതേപോലെയാണ് ഇപ്പം ഉണ്ടായത്. ഇവരുടെ മാൽവെയർ വെച്ചിട്ട് ഉത്തര കൊറിയയുടെ എന്തൊക്കെ പരിപാടികളാണെന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടി പോയപ്പോൾ തിരിച്ചു കിട്ടുന്നത് ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് ഇല്ലാതാക്കും, അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഞങ്ങളെടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വന്നതോടുകൂടി തടി തപ്പുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്തിട്ടുണ്ടാകുക. ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അവർ കള്ളന്മാരാണ്, അവർ ചെയ്തിട്ടുണ്ടാകും. കാരണം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അവരാണ് ലോകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒന്ന് കയറി മാന്തി നോക്കിയതാണ് ഈ ഉത്തര കൊറിയ. നല്ല രീതിക്ക് തിരിച്ച് മറുപടിയും കിട്ടി ഇറങ്ങി പോന്നിട്ടും ഉണ്ടാവും. എന്താണെങ്കിലും പുതിയ വിവരങ്ങൾ വരികയാണ്, നമുക്ക് വീഡിയോ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടിന് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.